साथियों, पालक्काड़ को केरलम का नेल्लारा कहा जाता है। इसकी ये पहचान बनाने के पीछे हमारे किसान भाई बहनों की मेहनत है। लेकिन केरलम का वही किसान आज संघर्ष कर रहा है। आप सब जानते हैं, धान की खरीद में यहां बार बार देरी होती है, भुगतान समय पर नहीं मिलता। हजारों किसान इस अव्यवस्था से परेशान है। സുഹൃത്തുക്കളെ, പാലക്കാട് കേരളത്തിന്റെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിശേഷണം പാലക്കാടിന് ലഭിച്ചത് നമ്മുടെ കൃഷിക്കാരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. എന്നാൽ കേരളത്തിലെ കൃഷിക്കാർ ഇന്ന് സമരത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാന്യത്തിന്റെ നെല്ലിന്റെ സംഭരണം ഇവിടെ സ്ഥിരമായി വൈകുന്നു. വില സമയത്ത് കിട്ടുന്നില്ല. ആയിരക്കണക്കിന് കൃഷിക്കാർ ഈ തെറ്റായ നടപടി കാരണം ഇന്ന് ബുദ്ധിമുട്ടിലാണ്. एंडा सौहृदगढ़े किसानों की समस्याओं का समाधान भी अगर कोई कर सकता है तो सिर्फ और सिर्फ बीजेपी ही कर सकती है और बीजेपी करके रहेगी। केंद्र सरकार की योजनाएं इसका सबूत है। पीएम किसान सम्मान निधि के तहत यहां के 27 लाख से अधिक किसानों को खाते में सीधे उनके बैंक खाते में पैसा मिला है। केंद्र सरकार ने पालक्काड़ के किसानों को लगभग 700 करोड़ रुपए देकर 700 करोड़ रुपए देकर किसानों के खर्च को कम किया है। हमने धान के एमएसपी में भी भारी बढ़ोतरी की है और इसका लाभ हमारे किसान भाई बहनों को हुआ है। लेकिन राज्य सरकार यहां किसानों को राहत देने के बजाय उन्हें कर्ज में धकेल रही है। केरल में बीजेपी एनडीए की सरकार आएगी तो केरल के किसानों की समस्याएं भी खत्म होगी और ये मोदी की गारंटी है। സുഹൃത്തുക്കളെ, കൃഷിക്കാരുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധിയും ഈ രാജ്യത്ത് ആർക്കെങ്കിലും പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ്. അതിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ. പിഎം കിസാൻ സമ്മാൻ നിധിയിലൂടെ കേരളത്തിലെ 27 ലക്ഷത്തിലധികം വരുന്ന കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ പാലക്കാട്ടെ കൃഷിക്കാർക്ക് ഏതാണ്ട് 700 കോടിയിലധികം രൂപ ഇതുവരെ നൽകിക്കഴിഞ്ഞു. അവരുടെ ബാധ്യത നാം കുറച്ചുകൊടുത്തു. മാത്രമല്ല, ഉൽപാദനങ്ങളുടെ താങ്ങുവിലയിലും നമ്മുടെ ഗവൺമെന്റ് വമ്പിച്ച വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗുണം ഇവിടുത്തെ കൃഷിക്കാർക്കുണ്ടായി. എന്നാൽ സംസ്ഥാന സർക്കാർ കൃഷിക്കാർക്ക് സഹായം നൽകുന്നതിന് പകരം താങ്ങുവില ഇനത്തിൽ അവരെ കടത്തിൽ കുടുക്കുകയാണ്. കേരളത്തിൽ ബിജെപി എൻഡിഎ സർക്കാർ വരുന്ന പക്ഷം കേരളത്തിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും, പരിഹരിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. एंडे सौहृदगढ़े इस समय वेस्ट एशिया में चल रहे युद्ध पर सबकी नजर है। इस युद्ध का प्रभाव भारत पर कम से कम पड़े, इसके लिए हमारी सरकार लगातार काम कर रही है। यहां केरलम के बहुत सारे लोग युद्धग्रस्त क्षेत्रों में काम कर रहे हैं। युद्ध शुरू होने के बाद से ही मैं इन देशों के सभी राष्ट्राध्यक्षों से
लगातार बात कर रहा हूं, संपर्क में हूं। सारे ही देश युद्ध क्षेत्रों में फंसे भारतीयों की सुरक्षा को प्राथमिकता दे रहे हैं। वहां पर हमारे भाई बहनों को कोई तकलीफ ना हो, इसके लिए भारतीय दूतावास भी दिन रात काम कर रहा है। भारतीयों के हितों की सुरक्षा भाजपा एनडीए सरकार के लिए सर्वोपरि है। वहीं संवेदनशील मामले में कांग्रेस जिस तरह की बयानबाजी कर रही है, वो भी आपको याद रखना है। कांग्रेस जिस तरह के बयान दे रही है, वो खतरनाक है। कांग्रेस चाहती है कि खाड़ी देशों में रहने वाले करीब 1 करोड़ भारतीयों की जिंदगी खतरे में पड़ जाए और फिर कांग्रेस इसका सियासी फायदा उठा सके। സുഹൃത്തുക്കളെ, ഈ സമയത്ത് പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാണ്. ഈ യുദ്ധത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കുറച്ചു മാത്രം സംഭവിക്കാൻ വേണ്ടി നമ്മളുടെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും വളരെയധികം പേർ യുദ്ധം ബാധിച്ച സ്ഥലങ്ങളിലുണ്ട്. യുദ്ധം തുടങ്ങിയ ശേഷം ഞാൻ ഈ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി നിരന്തര സമ്പർക്കത്തിലാണ്. എല്ലാ രാജ്യങ്ങളും യുദ്ധഭൂമിയിൽ പെട്ടുപോയ ഭാരതീയരുടെ സുരക്ഷയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അവിടെയുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതിരിക്കാൻ നമ്മളുടെ നയതന്ത്ര കാര്യാലയങ്ങൾ, എംബസികൾ രാവും പകലും ജോലി ചെയ്യുകയാണ്. ഭാരതീയരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ബിജെപി എൻഡിഎ സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വളരെ മർമ്മപ്രധാനമായ വിഷയത്തിൽ കോൺഗ്രസ് ഏതു തരത്തിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ഓർക്കൂ, അവർ കോൺഗ്രസുകാർ പറയുന്ന കാര്യങ്ങൾ വളരെ അപകടകരമായ കാര്യങ്ങളാണ്. അവരാഗ്രഹിക്കുന്നത് ഗൾഫിൽ അവിടെ ജോലി ചെയ്യുന്ന, താമസിക്കുന്ന 1 കോടിയോളം വരുന്ന ഭാരതീയർ അപകടത്തിലാവണമെന്നാണ്. എന്നിട്ട് കോൺഗ്രസിന് അതിൽ നിന്നും രാഷ്ട്രീയ ലാഭമുണ്ടാക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. यहां एक मेरा बाल मित्र चित्र बना करके लाया है। बेटा गिर जाओगे आप। मैं मेरे एसपी जी को कहता हूं, वो चित्र ले लेंगे और अगर आपका एड्रेस होगा तो मैं चिट्ठी लिखूंगा. അതിന്റെ പിന്നിൽ അഡ്രസ് എഴുതിയാൽ താങ്കൾക്ക് കത്തയക്കും. थैंक यू बेटा. एनडीए सौरगढ़े इस चुनाव में भाजपा का एक ही संकल्प है, विकसित केरलम. एनडीए की गारंटी है केरलम के युवाओं के सामने पलायन की मजबूरी समाप्त होगी. एनडीए की गारंटी है हर युवा की प्रतिभा का सम्मान होगा. एनडीए की गारंटी है सबका साथ, सबका विकास होगा. एनडीए की गारंटी है आस्था के स्थान राजनीति और भ्रष्टाचार से मुक्त होंगे. एनडीए की गारंटी है जो अभूतपूर्व विकास देश के अन्य हिस्सों में हुआ है, वही विकास अब केरलम की धरती पर भी दिखेगा. സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അത് വികസിത കേരളം എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടിയാണ്
കേരളത്തിലെ യുവാക്കളെ പലായനം നാട് വിട്ടു പോവുക എന്ന ഗതികേടിൽ നിന്നും രക്ഷിക്കുക, അത് അവസാനിപ്പിക്കുക എന്നത്. എൻഡിഎയുടെ ഗ്യാരണ്ടി എല്ലാ യുവാക്കൾക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള അവസരം ഇവിടെ തന്നെ നൽകുക എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി എല്ലാവർക്കും ഒപ്പം എല്ലാവർക്കും വികസനമുണ്ടാക്കുക എന്നതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മുക്തമാക്കുക എന്നുള്ളതാണ്. എൻഡിഎയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടക്കുന്ന അത്ഭുതകരമായ വികസനം കേരളത്തിന്റെ മണ്ണിലും നടപ്പാക്കുക എന്നുള്ളതാണ്. और एनडीए की गारंटी का मतलब ये भी है कि ये मोदी की भी गारंटी है. എൻഡിഎയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ അത് മോദിയുടെ ഗ്യാരണ്ടി എന്നുകൂടിയാണ്. मेरे भाषण का आगे का हिस्सा बताने से पहले मैं सभी कैंडिडेट से प्रार्थना करता हूं कि सारे कैंडिडेट जरा आगे आ जाए. जो चुनाव लड़ रहे हैं कैंडिडेट आगे आ जाए. आगे आ जाए सब लोग. चुनाव लड़ रहे हो सब एक लाइन में खड़े हो जाए ताकि मैं अब फिर उनसे मिलकर के आपके पास आता हूं. एनडीए सौहृदगढ़े मैं एक बार फिर आप सभी को यहां इतनी विशाल संख्या में आने के लिए बीजेपी एनडीए को आशीर्वाद देने के लिए हृदय से बहुत बहुत आभार व्यक्त करता हूं. आप सबका बहुत बहुत धन्यवाद. സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി ഇന്നിവിടെ ഇത്രയും വലിയ സംഖ്യയിൽ വന്നതിനും ബിജെപി എൻഡിഎക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനും എല്ലാവർക്കും നന്ദി പറയുന്നു. ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു. मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की, भारत माता की. वंदे मातरम, 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 वंदे